ഏറ്റവും വലിയ രസം പാണക്കാട്ട് തങ്ങന്മാരൊക്കെ മശായിഖന്മാരുടെ തണലിൽ വളരുകയാണ്, അവർക്ക് മശായിഖന്മാരുടെ പൊരുത്തമുണ്ടെന്നൊക്കെ പറഞ്ഞാലാണ് ഇവരെ വലിയ ചേക്ക്. പാണക്കാട് തങ്ങന്മാരൊക്കെ എത്ര കാലമായി ഒരു ലീഗിൽ പ്രവർത്തിക്കണം. അതിൽ തന്നെ ഒരു തുടക്കം മുതൽ പോരുന്നത്. പക്ഷെ ഓല മന്ത്രിച്ചൂതൽ ഓല് നിർത്തിയണോ, അതിൽ മുജാഹിദുണ്ട്, അതിൽ ജമാഅത്തുണ്ട്, അതിൽ ഹിന്ദുക്കളുണ്ട്, അതിൽ ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ വിഭാഗവും ഉണ്ട്. ഓലിപ്പോഴും അത് തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി അത് ഓലിപ്പോഴും പറയണേ. അത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ അങ്ങനത്തെ മശായിഖന്മാരെയും ഉപ്പാപ്പമാരെയും കാവലുള്ള മക്കളെ ഓല് പഴയ്ക്കാതെ ഓൽക്ക് വേറെ തന്നെ പ്രത്യേകം കാവൽ നൽകപ്പെടുന്നുണ്ട്. അത് നൽകപ്പെടും. അത് അപ്പോൾ ഈ മശായിഖന്മാരുടെ പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞ പാണക്കാട്ട് തങ്ങളാണ് കാന്തപുരവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം സഹായിച്ചതിന് വാനോളം പുകഴ്ത്തി അദ്ദേഹം പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അതെങ്കിലും ഊരുതുണ്ടുന്നതിൻ്റെ ഇടയിൽ അയാളെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇവർക്കൊന്ന് ആദ്യം നോക്കണ്ടായിരുന്നു. ഇവരുടെ മശായിഖിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കടാക്ഷിച്ച പാണക്കാട്ടെ വലിയ തങ്ങൾ കാന്തപുരത്തിൻ്റെ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് സന്തോഷം പങ്കിട്ടുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതേ റൂട്ടിൽ നീങ്ങുന്നു എന്ന് പറയുന്ന ആളുകൾ ഇതിനെതിരെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ രസം. ഇതിൽ രണ്ടാള്, അതായത് ഞാൻ ഇടപെട്ടു എന്ന് കാന്തപുരം പറയുന്നു, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഫലം ചെയ്തു എന്ന് ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ഈ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മർക്കസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, അതോടൊപ്പം തന്നെ വിവിധ വ്യക്തികളും സംഘടനകളും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ചാണ്ടി ഉമ്മൻ പറയുന്നു, അതായത് രണ്ടാളുകൾ സഹായം ഞങ്ങൾ തേടിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഏത് പോയിന്റിലാണ് ഈ ഉസ്താദിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് വരുമെന്നൊരു തോന്നൽ? അല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നെനിക്കൊരു തോന്നൽ വന്നു. അദ്ദേഹം അത് കറക്റ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം യമനിൽ അദ്ദേഹത്തിന് അടുത്ത ഒരു അനുയായി ഷെയ്ഖ് ഹബീബ് ആ കാന്തപുരം സഹായം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. സഹായിച്ചതിന്റെ ഡീറ്റെയിൽ കാന്തപുരം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയും ചെയ്യുന്നു. എന്ത് തന്നെയായാലും നമ്മൾ സാധാരണ മാസം കണ്ടോന്ന് അറിയില്ല, മാസം കണ്ടതാണ് ഈ 17-ാം തീയതി തൂക്കി വിധിക്കേണ്ട വധശിക്ഷ വിധിക്കേണ്ട നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പെണ്ണിന്റെ വധശിക്ഷ ഫ്രീസ് ചെയ്യുന്നു, തൽക്കാലം നിർത്തിവെക്കുന്നു. അപ്പോൾ അത് കാന്തപുരം കാരണമാണെന്ന് ആക്ഷൻ കൗൺസിൽ പറയുന്നു, ഇവിടെയുള്ള എല്ലാ കക്ഷികളും പറയുന്നു, മൂപ്പരും പറയുന്നു ഞാൻ ഇടപെട്ടിട്ടുണ്ട്, എൻ്റെ അവിടെയുള്ള ആളുകൾ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിലൊന്നും കക്ഷിയല്ലാത്ത ആക്ഷൻ കൗൺസിലായിട്ട് ഇവർക്ക് ബന്ധമില്ല, നിമിഷപ്രിയായിട്ട് ഇവർക്ക് ബന്ധമില്ല, ഒരു ബന്ധമില്ലാത്ത ഇവർ മൈക്കിൽ ഇങ്ങനെ ഓരിയിടുകയാണ്. എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? അല്ലെങ്കിൽ ഈ ചാണ്ടി ഉമ്മനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷൻ കൗൺസിലിന്റെ സുഭാഷ് ചന്ദ്രനോ സാമുവലിനെ ഇപ്പം മലയോട് തള്ളിയിട്ടല്ല. ഇതെല്ലാവരും പറയുന്നത് എന്തിന് ഏറ്റവും അധികം മുസ്ലിം വിദ്വേഷം തുപ്പുന്ന മറുനാടൻ മലയാളി അടക്കം പറയുന്നു കാന്തപുരം ഔട്ട് മുസ്ലിയാരാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളതെന്ന്. ഒടുവിൽ രക്ഷകനായി എത്തിയത് സാക്ഷാൽ കാന്തപുരം ഉസ്താദാണ്. കാന്തപുരം ഉസ്താദ് ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി കൂടിയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതിന്റെ ഈ വിഷയം സംഭവിക്കുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എന്ത് കൊടുക്കുന്നത്, ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ വിഷയത്തിൽ ചെയ്യാൻ പരിമിതികളുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ കൈകഴുകുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ സംതിങ് അവിടെ ഇടപെടലുകൾ നടന്നു എന്നുള്ള വ്യക്തമാണ്. ഞങ്ങൾ കൊണ്ട് കഴിയുന്നില്ല കേന്ദ്ര സർക്കാർ പറയുന്നു. കാന്തപുരം ഇടപെട്ടിട്ടുണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. അഡ്വക്കേറ്റ് സുഭാഷ്, ഈ ആക്ഷൻ കൗൺസിലിന്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുന്നു. എല്ലാവരും പറയുന്നു ഇടപെട്ടിട്ടുണ്ട്. ഇവർ മൈക്ക് കെട്ടിയിട്ട് പറയുന്നു ഇതിന് മൂപ്പർക്ക് റോളൊന്നുമില്ല. കോടതിയുടെ വിധി അതിൽ 14 14 മാറ്റിവെച്ച വിധി വന്നിട്ടുണ്ട്. 15 8 മൂഞ്ഞി കാക്ക വന്നിട്ട് എന്ത് പറഞ്ഞു, ഇത് ഞാൻ മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞു. ചങ്ങായിമാരെ, ആദർശപരമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത്ര ഇരപ്പാകാൻ പാടുണ്ടോ? എന്തെങ്കിലും ഒച്ചിട്ടാൽ അത് സമൂഹത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ആകാൻ പറ്റുമെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഒരു വിഷയത്തിന് അതിന്റെ ഇത് വേണ്ടേ, മർമ്മം വേണ്ടേ, പൾസ് നോക്കിയിട്ടല്ലേ ചെയ്യേണ്ടത്. ഇത് കണ്ടതിനും കേട്ടതിനും ഒക്കെ ഓരിയിടുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എന്തെന്നതിന് പറയാം. 2 കൂട്ടരും പറയുന്നു അദ്ദേഹത്തിന്റെ സഹായം ഞങ്ങൾക്ക് കിട്ടിയെന്ന്. അദ്ദേഹം പറയുന്നു ഞാൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ 2ലും ഇല്ലാത്ത ഇവർ 2-3 അടുപ്പും കുറ്റി പറയുന്നു, ഇതിനെതിരെ സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ട് ചിരിക്കാന്നല്ലാതെ എന്താ ചെയ്യുക? അതുകൊണ്ടല്ലേ ഓരോരുത്തർ ഈ നാടന്മാരെ ഇറങ്ങുന്നേ. നിങ്ങളൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി മൊയ്ലിയാർ വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, സാധാരണക്കാർക്ക് വേണം. എന്നാലേ ഇതൊക്കെ നേരാകുള്ളൂ. അവിടുന്ന് ഈ ദീനിനെ തിരിച്ചു പിടിക്കണം.